ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കടം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും നമ്മൾ കടം കൊടുത്തിട്ടുണ്ടാവാം, കടം വാങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലേ. അതിനകത്ത് അമളി പറ്റിയ ആൾക്കാരുണ്ടായിരിക്കാം, റിട്ടേൺസ് കിട്ടിയ ആൾക്കാരുണ്ടായിരിക്കാം. സോ ഈ ഒരു ടോപ്പിക്കും എനിക്ക് തോന്നി ഈ ഒരു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വാച്ച് ചെയ്യാൻ. വെൽക്കം ടു അവർ ഫാമിലി. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അധികവും ചെയ്യുന്നത് മണി സേവിങ് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ സം കൈൻഡ് ഓഫ് എമർജൻസീസിൽ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് ചിലപ്പം പണം കടം വാങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലേ. പക്ഷെ നമുക്കത് ചില സമയത്ത് നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പൊതുവായിട്ട് ഒരു ആൾക്ക് പണം കടം കൊടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അത് കടം എന്ന ടാഗിൽ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഗിഫ്റ്റ് ഇൻ ദ സെൻസ് നമ്മൾ ഒരു ആൾക്കൊരു കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ്, ഈ ക്യാഷ് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ ഇത്ര രൂപ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയാണ്, അതിൽ നിന്ന് നമ്മൾ റിട്ടേൺ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഗിഫ്റ്റ് എന്നാണ് പറയുക അല്ലേ. അതേസമയം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1,00,000 രൂപയുണ്ട്, ആ തുക ഒരാളെന്നോട് ചോദിക്കുകയാണ്, ഇനി എമർജൻസി ഉണ്ട്, എനിക്കൊരു കുറച്ച് ക്യാഷ് തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, അത് കടമായിട്ടാണ് കൊടുക്കുന്നത്. സോ കടം കൊടുക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഇമോഷണലി ഒക്കെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. മിക്കവാറും ഒരു 24 hours എങ്കിലും നമ്മൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സമയം കൊടുക്കണം. നോ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ നോ എന്നാണ് തരാൻ പറ്റില്ല, നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. സോ അവരുടെ അടുത്ത് നോ എൻ്റെ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്യണം. അപ്പം ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയമെടുത്ത് ആലോചിച്ച് ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു 1,00,000 rupees തന്നെ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതൊരു ടൈം FD ഇടുകയാണെങ്കിൽ തന്നെ നമുക്കതിൽ 5 years ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് 44,000 രൂപയോളം റിട്ടേൺസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ രൂപയും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കറക്റ്റായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ മിനിമം അതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധ്യതയുള്ള റിട്ടേൺസ് ഉണ്ട്. അപ്പം ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്തും നമ്മുടെ പണം അവിടുന്ന് വളരുന്നുണ്ടായിരിക്കണം. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുകളിലുള്ള റിട്ടേൺസും നമ്മൾ കൊടുക്കുന്ന പണത്തിന് മേൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മേക്ക് ഷ്യൂർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആർക്ക് കൊടുത്താലും എന്താണ്, നമ്മൾ കൊടുക്കുന്ന പണം നമുക്ക് തിരിച്ച് കിട്ടുകയും വേണം, അതിന്മേലൊരു പലിശ ഇനത്തിലൊരു തുകയും നമുക്ക് കിട്ടണം. ഇനി നിങ്ങൾ അടുത്തായിട്ട് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അടുത്തായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇൻ ഹാൻഡ് ക്യാഷായിട്ട് കൊടുക്കാണ്ടിരിക്കുക, മാക്സിമം ബാങ്ക്സ് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻ ഫ്യൂച്ചർ അതിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഒരാൾ ക്യാഷ് തന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വരുമ്പം നമുക്കത് പ്രൂവ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇൻ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ട്രാൻസാക്ഷൻസൊക്കെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ബാങ്ക്സ് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ബിസിനസ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റിന് ഇത്ര ശതമാനം നമുക്ക് തരാം, ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതർവൈസ് ക്യാഷ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ലീഗലി നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റിന് എത്ര ശതമാനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, റിട്ടേൺസ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് ലീഗലി ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഈ കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പണം കടം കൊടുക്കുന്ന സമയത്ത് ഒരു 24 hours എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണോ വേണ്ട, ഇമോഷണലി പെട്ടെന്ന് എടുത്ത് കൊടുക്കാണ്ടിരിക്കേണ്ട ഏറ്റവും നല്ല സുഹൃത്തല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും എടുത്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്കത് ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാണ്ട് വരും. സോ നമുക്കുള്ള ബന്ധങ്ങൾ പലപ്പോഴും അവിടെ ഒരു വിള്ളലുകൾ വീഴുന്നത് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമുക്ക് തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അത്രത്തോളം
ഇഷ്ടമുള്ള ആൾക്കാർ നമ്മൾ ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കാതെ നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് കൊടുക്കില്ലേ. സോ അങ്ങനെ കൊടുക്കുകയാണെങ്കിലും വലിയ കാര്യമില്ല. നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ നമ്മൾ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കിതൊരു സങ്കടമായിട്ട് മാറത്തില്ല. ഇതേ സമയം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ കൊടുക്കുന്നു, നമ്മുടെ മുതൽ നമുക്ക് എന്താണെങ്കിലും വേണം, അതിൽ നിന്ന് റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അത് നമുക്ക് തിരിച്ച് കിട്ടും ഉറപ്പുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ കിട്ടില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നോ പറയാൻ പഠിക്കുക. ആൻഡ് ദെൻ വി ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു റിട്ടേൺസിനെ കുറിച്ചിട്ടും നമ്മൾ ബോധവാന്മാരും ബോധവതികളുമായിരിക്കുക. പിന്നെ പറഞ്ഞ കാര്യം ട്രാൻസ്പെറൻസി ഓഫ് ട്രാൻസാക്ഷൻസ്, അതെപ്പോഴും ബാങ്ക്സ് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാളൊരു കാലത്ത് ഒരു ആർഗ്യുമെൻറ്റ്സ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ നമുക്കതുമായിട്ട് ലീഗലി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കുകയാണെങ്കിൽ നാളെ നമുക്ക് മുമ്പിൽ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി കടം വാങ്ങുന്ന ആൾക്കാരോട് പറയുകയാണെങ്കിൽ മാക്സിമം നമ്മൾ നമ്മുടെ ആ ഒരു ശീലം നമ്മൾ ആവശ്യങ്ങൾക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വാങ്ങിക്കുന്ന, ഇൻ കേസ് ഓഫ് എമർജൻസീസ് കടം വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമുക്കൊരു പെട്ടെന്നൊരു ഹോസ്പിറ്റലൊരു ഇഷ്യൂ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു കടം വാങ്ങിച്ചില്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ കടം വാങ്ങിക്കുന്നത് തെറ്റില്ല. അതേസമയം ജീവിതത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് 5,000 10,000 ഒക്കെ ഇങ്ങനെ കടം വാങ്ങി അങ്ങനൊരു ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മസ്റ്റായിട്ട് നിർത്തണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലൊരു ബഡ്ജറ്റിങ് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന് ചെറിയ പൈസകൾ ഇനി പറഞ്ഞ പോലെ ലോങ് ടൈമിലോട്ടൊക്കെ 5,000 2,000 ഒക്കെ വെച്ച് നമ്മൾ ലോങ് ടൈമിലോട്ട് നിക്ഷേപിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മുന്നോട്ടെടുത്ത് വെക്കുകയാണെങ്കിൽ കടമില്ലാണ്ട് നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ എല്ലാ സാധാരണക്കാർക്കും സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പം നമ്മുടെ വരുമാനം നമുക്ക് എത്ര ചെറിയ വരുമാനമാണെങ്കിലും അത് നമ്മൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് കഥ കേട്ടോ. അപ്പം കടം വാങ്ങാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിലൂടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നിങ്ങൾ സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.